സഹോദരീ സഹോദരന്മാർ, KSTAയുടെ 34ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. 34ാം സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ അത് KSTAയുടേതാണ്. പക്ഷേ KSTAയുടെ പ്രായം അത്രമാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് വലിയ ചരിത്രം അവകാശപ്പെടാനുണ്ട്. ദേശീയ പ്രസ്ഥാന കാലം മുതൽക്ക് നമ്മുടെ നാട്ടിലെ അധ്യാപകരും അധ്യാപക പ്രസ്ഥാനവും പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ വഹിച്ചു വന്ന പങ്കുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രബലമായ രീതിയിൽ സാമൂഹ്യ വിഷയങ്ങൾ ഇടപെട്ടത് അധ്യാപകരായിരുന്നു. നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ എല്ലായിടങ്ങളിലുമുള്ള വക്താക്കൾ വലിയ തോതിൽ അധ്യാപകരായിരുന്നു. അപ്പം അങ്ങനെ നാടിനോടും നാട്ടുകാരോടും ചേർന്ന് നിന്നുകൊണ്ട് നാടിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ പരിഹരിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയ വലിയൊരു പാരമ്പര്യമാണ് കേരളത്തിലെ അധ്യാപകർക്കും അധ്യാപക പ്രസ്ഥാനത്തിനുമുള്ളത്. ആദ്യകാലത്ത് നമ്മുടെ നാട്ടിൽ വളരെ തുച്ഛമായ വേതനം മാത്രമായിരുന്നു അധ്യാപകർക്ക് കിട്ടിയിരുന്നത്. എങ്കിലും ഇത്തരം ഇടപെടലുകളുടെ ഭാഗമായി സമൂഹത്തിൽ വലിയ അംഗീകാരം പൊതുവെ അധ്യാപകർ നേടിയിരുന്നു. ആദ്യകാലത്ത് നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ എയ്ഡഡ് സ്കൂളുകളാണല്ലോ അധികം ഉണ്ടായിരുന്നത്. ആ എയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നിശ്ചയിക്കപ്പെട്ട ശമ്പളത്തിൻ്റെ പകുതി പോലും കിട്ടുമായിരുന്നില്ല. നിശ്ചയിക്കപ്പെട്ട ശമ്പളം എത്രയാണ്? 13 റുപ്യ. അതിൽ ചിലപ്പോൾ 6 റുപ്യ കൊടുത്തു എന്ന് വരും. 13 റുപ്യ കിട്ടി ബോധിച്ചു എന്ന് എഴുതി കൊടുക്കണം. ഇങ്ങനെയൊരു കാലം നമ്മുടെ അധ്യാപകർക്കുണ്ടായിരുന്നു. അതിനെല്ലാം എതിരെ ആണല്ലോ ചെറുകാടിൻ്റെയൊക്കെ വിവരണത്തിൽ കാണാൻ കഴിയുക. അതിനെല്ലാം എതിരെയുള്ള വലിയ പോരാട്ടം നടത്തിയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് നിങ്ങൾ.